ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടോ. എൻ്റെ പേര് മനാഫ് എന്നാണ്. കാര്യമൊന്നുമല്ല, ഇതാണ് ഈ വെള്ളപ്പാണ്ട് പറഞ്ഞൊരു അസുഖം. ഈ അസുഖത്തെ കുറിച്ചാണ്. എനിക്കിത് ഒരുപാട് വർഷം മുമ്പ് ഉണ്ടായതാണ്. ഞാനിതിനെക്കുറിച്ച് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ പറയാനൊന്നും നിന്നിട്ടില്ല. കാരണം ഞാനിതിനെ മൈൻഡ് ചെയ്യുന്നില്ല ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന ആരോടാണെന്നറിയോ? ഒരുപാട് ആൾക്കാർ ഇതുണ്ടായിട്ട് പുറത്തിറങ്ങാതെ സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തോ ദുരന്തം വന്ന് പെട്ടു എന്നുള്ള രീതിയിൽ. അത് എനിക്ക് ഇപ്പൊ അടുത്തൊരു അനുഭവം ഉണ്ടായി. ഇത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ഇത് എന്ന് തുടങ്ങിയതാണ്, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ, നിങ്ങൾ എവിടെ കാണിക്കുന്നുണ്ടോ, എന്താണ് ചെയ്യേണ്ടത്, ഇത് വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ, അതൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനൊക്കെ എനിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ അവരോട് ചെറിയ രീതിയിൽ സംസാരിച്ച് അതങ്ങനെ പോകലാണ്. ഇപ്പൊ റീസെന്റ് എന്നെ ഒരു 10 ആൾക്കാരൊക്കെ എന്നോട് പറയുന്നു, ഇങ്ങനെ എന്റെ കുടുംബത്തിൽ അനിയനുണ്ട്, അല്ലെ തൊട്ട അയൽവാസിക്കുണ്ട്, അല്ലെ കൂടെ പഠിച്ചാക്കുണ്ട്, അല്ലെങ്കിൽ എന്റെ മറ്റേ കുടുംബക്കാർക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരാറുണ്ട്. അപ്പൊ അവരോടാണ് എനിക്കിത് പറയാനുള്ളത്. അത്തരം ആൾക്കാരുണ്ടല്ലോ, ഈ സമൂഹത്തിലേക്ക് വരാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, മക്കളെ, ഇതൊരു പ്രശ്നവുമല്ല. ഞാൻ ഈ സാധനം ഉണ്ടായതിന് ശേഷം സഞ്ചരിക്കാത്ത സ്ഥലമില്ല ഇന്ത്യന്റെ ഉള്ളില്. പിന്നെ അതേപോലെ വിദേശ രാജ്യങ്ങൾ 3-4 ആണ്. അവിടൊക്കെ യാത്ര ചെയ്തിട്ട് യാത്രന്റെ ഇടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ എവിടാണ് നമ്മൾ ചെന്ന് പെടുന്നത്, അവിടെ നിന്നൊന്നും സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് അതൊക്കെ തന്നെയാണല്ലോ തോന്നല്. ആരെ കണ്ടാൽ നമ്മൾ കാണുമ്പോൾ എന്ത് വിചാരിക്കുന്നു? സമൂഹത്തിന്റെ ഇടയിൽ നിന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു വിവരമില്ലാത്ത ചെറിയ ശതമാനം ആൾക്കാരുണ്ടാവും. അവരെ നിങ്ങൾ എന്താക്കല്ലേ, മൈൻഡ് ചെയ്യേണ്ടതേ ഇല്ല. അല്ലാതെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കാന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ല. ഇതൊരു സംഭവം, അസുഖേ അല്ല. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ചെറിയ ഒരു എന്താ ഇനി പറയേണ്ടി, നമ്മളെ ചർമ്മ ഇതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഓരോ അസുഖങ്ങളാണ്. അത് സൗന്ദര്യ അസുഖങ്ങൾ പലതും ഉണ്ട്. അങ്ങനെ പല ആൾക്കാർ എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ വെള്ളപ്പാണ്ട് തന്നെയല്ല, നിങ്ങളിപ്പോ ചെറിയ ചെറിയ ഈ മുതുക്കനുണ്ടായിട്ട് പൊട്ടിക്കലായിട്ട് വരെ വലിയ എന്തോ സംഭവം ദുരന്താന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാരോടും കൂടിയാണ് പറയുന്നത്, ഒരു വിഷയമല്ല ഇത്. നിങ്ങൾ വിഷയമാക്കേണ്ടതില്ല. സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എന്താക്കരുത്, ഉൾവലിയരുത്, പുറത്തേക്ക് വരണം. ലൈഫ് നിങ്ങൾ എന്താക്കരുത്, നാശാക്കി കളയേണ്ടിയില്ല. ആകെ കിട്ടുന്ന ചെറിയ ഒരു ലൈഫാണ് നമുക്ക്. അത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ നേടാനുണ്ടോ അതൊക്കെ നേടുക. പുറത്തൊക്കെ ഇറങ്ങിയാലേ നമുക്ക് എന്താക്കും, നമുക്ക് ചുറ്റുപാട് കാണാൻ കഴിയും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയാലേ കാണുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ നിൽക്കരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പുറത്തേക്ക് വരിക. ഇതൊരു വിഷയമല്ല. ബാക്കി കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഇതൊരു വെറുപ്പിക്കുന്ന വീഡിയോ ആക്കില്ല. കാരണം വെച്ചാൽ ഇതൊരു വിഷയമല്ല. ഇത് കാണുന്ന എല്ലാവർക്കും ഉള്ളതുമല്ല. ഇത്തരം കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവരെടുത്ത് എത്തിച്ചു കൊടുത്തിട്ട് ഈ ഒരു വാക്ക് അവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പറയാ. ഓക്കെ, അല്ലാതെ സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കാനൊന്നും അല്ലാതെ